ഹലോ, എളുപ്പത്തിലൊരു പാവയ്ക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര പാടാണ് വീട്ടു ജോലി എന്ന് പറയുന്നത് അല്ലേ. കുടുംബം വീട്ടമ്മ എന്ന് പറയുമ്പോൾ എന്ത് ചോദിക്കുമ്പോൾ എന്താണ് വേഗം കഴിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും, തൊട്ട് പണിയാന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ചെയ്തു വരുമ്പോൾ അറിയാം. ഞാൻ അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിലൊരു പാവയ്ക്ക കിച്ചടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം നല്ലൊരു ഒരു പാവയ്ക്ക എന്നിട്ട് ചീഞ്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് ബാക്കി ചുമന്ന മുളകിട്ട് ഈ പാവയ്ക്ക അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കും. വറുത്ത പോലെ ആക്കി എടുക്കണം. കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലോണം ചുമക്ക വന്നിട്ട് വറുത്തെടുക്കണം. വേറെ ഇഞ്ചി ഇതൊന്നും ഇടില്ല. ഇഞ്ചിയൊക്കെ ഇട്ട് ഇഞ്ചി തൈരിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയൊന്നും ഇടില്ല. വെറുതെ കടുകും ചുമന്ന മുളകും കറിവേപ്പിലയും പാവയ്ക്കയിട്ട് നല്ലപോലെ ചുമക്ക വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വറുത്ത് നല്ലോണം ചുമന്ന് വരുമ്പോൾ നമ്മുടെ തേങ്ങയും കുറച്ച് ജീരകം, പിന്നെ ഒരു 3-4 പച്ചമുളക് ഇതിൻ്റെ കൂടെ വഴറ്റില്ല കേട്ടോ, അരയ്ക്കുള്ളൂ പച്ചമുളക്. തേങ്ങയുടെ കൂടെ ഇട്ട് പച്ചമുളക് അരച്ചെടുക്കും. പച്ചമുളകും മെയിൻ ഒരു സാധനം ഉണ്ട് അതിൽ, കടുക് കൂടെ ഇട്ടിട്ട് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു. ജീരകം ഇട്ടു ഞാൻ ആദ്യം ജീരകം ഇട്ട് തേങ്ങയുടെ ഒപ്പം കടുക് കൂടെ ഇട്ടിട്ട് പിന്നെ തൈരും കൂടെ കൂട്ടി, വെള്ളം കൂട്ടില്ല, തൈര് കൂട്ടി അരയ്ക്കും. തൈര് കൂട്ടി അരച്ചിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പാവയ്ക്കയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. പതഞ്ഞ് വരുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യും. തിളയ്ക്കാൻ നിൽക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകും. പതയാൻ പാടുള്ളൂ, ഇതിങ്ങനെ പതഞ്ഞ് വരാൻ പാടുള്ളൂ. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ, അപ്പോൾ ചോദിക്കില്ല എന്താ ജോലി എന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിലൊരു കിച്ചടി.